ആഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമിയില്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. നമസ്കാരം. നിലമ്പൂരിൽ സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ഞെട്ടിയത് ആരാണെന്ന് അറിയാമോ? സ്വരാജ് തന്നെയാണ്. കാരണം സ്വരാജിന് നിലമ്പൂരിലേക്ക് പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ തോറ്റു. ഇത്തവണ അത് എങ്ങനെയും മേക്കപ്പ് ചെയ്ത് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ തന്നെ കഴിഞ്ഞുകൂടവെയാണ് പെട്ടെന്ന് പിണറായി വിജയൻ ആ പണി കൊടുത്തത്. അതായത് നിലമ്പൂരിൽ ഒരാളെയും കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരട്ടെ, നിലമ്പൂർക്കാരൻ തന്നെ വരട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെ കൊണ്ടിട്ടത്. അവിടെ തോൽക്കുകയാണെങ്കിൽ പിന്നെ സ്വരാജിന് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ കൊണ്ട് ഈ പണി ഒപ്പിച്ചത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അതിനെ വൾഗറായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റിട്ട സ്വരാജിന് കിട്ടിയ തിരിച്ചടികൾ. ഇന്ത്യ ഒറ്റക്കെട്ടായി, ജാതി മതം നോക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ സിന്ദൂരിനോടൊപ്പം നിൽക്കുകയും ആ ഭീകരവാദികൾക്കെതിരെ ഉറച്ച തീരുമാനമെടുക്കുകയും പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാന് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഒരാളാണ് ആര്? നമ്മുടെ സ്വരാജ്. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയപ്പോൾ ഇന്ത്യയിലെ എല്ലാ മതേതരവാദികളും ഒറ്റക്കെട്ടായി നിന്നു. ആരുടെ കൂടെ? ഗവൺമെൻറ്റിൻ്റെ കൂടെ. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവനും മറ്റു മതേതരവാദികളെ മുഴുവനും ജാതി മതങ്ങൾക്കപ്പുറമുള്ള എല്ലാവരുടെയും എതിർപ്പ് നേരിടേണ്ടി വന്ന കേരളത്തിലുള്ള ഒരു നേതാവാണ് സ്വരാജ്. ആ സ്വരാജിനെ നിലമ്പൂരിൽ കൊണ്ടിട്ടാൽ ഇപ്പോൾ ഏകദേശം ഹിന്ദു വോട്ടും അതേപോലെ മുസ്ലിം വോട്ടും ഒരേപോലെയാണ് നിലമ്പൂരിൽ. 1,04,000 മുസ്ലിം വോട്ടും 1,02,000 ഹിന്ദു വോട്ടും പിന്നെ 35,000 വോട്ട് ക്രിസ്ത്യൻ വോട്ടാണുള്ളത്. ഹമാസിന് വേണ്ടി കരഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്? ഈ പറയുന്ന സ്വരാജ്. ആ സ്വരാജ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ അടക്കമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ഹിന്ദു വോട്ട് പൂർണ്ണമായിട്ട് തന്നെ അവിടുന്ന് ഹിന്ദു വോട്ട് അടിച്ചെടുക്കാം. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിമാണ്, പിന്നെ പിന്നെ ക്രിസ്ത്യൻ വോട്ടും അടിച്ചെടുക്കാം എന്നുള്ള ധാരണയിലാണ് ഇവിടെ സ്വരാജിനെ കൊണ്ടിട്ടതെങ്കിലും ഇപ്പോൾ അതെല്ലാം തെറ്റിയിരിക്കുകയാണ്. ഹിന്ദുക്കളെ വോട്ട് കിട്ടാൻ പോകണമെന്നില്ല. നായരായ സ്വരാജിന് നിലമ്പൂരിൽ ചെന്ന് നായർ വോട്ട് മാത്രമല്ല ഹിന്ദു വോട്ട് ഒറ്റക്കെട്ടായി ഇങ്ങോട്ട് വരാം, ആര്യാടൻ ഷൗക്കത്തിനെ അതുവഴി തോൽപ്പിക്കാം എന്നുള്ള നിലപാടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ അടികിട്ടി. എന്നാൽ അതിലപ്പുറത്തേക്കുള്ള വലിയൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. നമുക്കറിയാം, തൃപ്പൂണിത്തുറ തോൽക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള മാളികപ്പുറവും അയ്യപ്പനും അവിടെ എത്തിയിരിക്കുന്നു. ഒരു വീഡിയോ തന്നെ നമുക്ക് വലിയ തോതിൽ പ്രചരണം ഉണ്ടായിരിക്കുകയാണ് നിലമ്പൂരിൽ എല്ലാ വീടുകളിലടക്കം, ഹിന്ദു വീടുകളിലടക്കം ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് സ്വരാജ് എത്രമാത്രമാണ് അയ്യപ്പനെയും മാളികപ്പുറത്തെയും അപമാനിച്ചിട്ടുള്ളത് എന്ന് ഈ വീഡിയോയിൽ നിന്ന് തന്നെ സ്വയം മനസ്സിലാക്കുക. അതാണ് തൃപ്പൂണിത്തുറയിൽ ഏറ്റവും വലിയ അടിയായി തീർന്നത്. ഇപ്പോൾ നിലമ്പൂരിലും അത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെയുള്ള സാധാരണക്കാർ പോലും ഇത് കേട്ട് മൂക്കത്ത് കൈവയ്ക്കുകയാണ്. നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി ശബരിമല പ്രശ്നത്തിൽ സ്ത്രീകളെ ഒരു ടെമ്പോയിൽ കയറ്റി, ആംബുലൻസിൽ കയറ്റി, അവിടെ ഒരു വിശ്വാസമില്ലാത്ത സ്ത്രീകളെ അവിടെ കയറ്റിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തിരുന്നു. അത് മുസ്ലിങ്ങളായിരുന്നു ഏറ്റവും അധികം എതിർത്തത്. മുസ്ലിം ലീഗ് അടക്കം മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസത്തിനെതിരെ, ആചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ പ്രവർത്തിച്ച ആളാണ് സ്വരാജ്.
സ്വരാജിൻ്റെ ഈ പ്രസംഗം ശ്രദ്ധിക്കുക. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും നിലമ്പൂരിൽ മാളികപ്പുറവും ശ്രീ അയ്യപ്പനും പ്രവർത്തിക്കും, അവിടെയും നമ്മുടെ സ്വരാജിന് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ അച്ഛൻ കോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പൊ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 നട തുറന്നപ്പോ കന്യയ്യപ്പനുമില്ല, ഗുരുസ്വാമിയില്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നവുമുണ്ടോ? എല്ലാ പ്രശ്നവും പരിഹരിക്കും.